കണ്ണീർ സിനിമകളുടെ മാത്രം സംവിധായകൻ എന്ന ഒരു വിമർശനം സാജനെ പറ്റി പറഞ്ഞു കേട്ടിരുന്നു. വിമർശനങ്ങളെ അവഗണിക്കാനാണ് ഈ സംവിധായകൻ ഇഷ്ടം. ജീവിതത്തിന്റെ നേരും നോവും തന്റെ സിനിമകളിൽ സത്യസന്ധമായി ആവിഷ്കരിക്കപ്പെട്ടതുകൊണ്ടാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരിടം തനിക്ക് നേടാനായതെന്ന് വിശ്വസിക്കുകയാണ് ഇദ്ദേഹം. ഹിറ്റ് ചാർട്ടിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന സാജന്റെ സിനിമകൾ പറയുന്നതും ഇതുതന്നെയാണല്ലോ. സ്ഥിരം കണ്ണീർ ചിത്രങ്ങൾ എടുക്കുന്നതിന് ഒരു പേര് മാറ്റത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ കോമഡി ചിത്രമായിട്ടുള്ള മിസ്റ്റർ ആൻഡ് മിസ്സസ് എടുത്തതും പിന്നെ ആമിന ടൈലേഴ്സ് എടുത്തതും. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഞാൻ എടുത്തത് ഇതിനിങ്ങനെ വെറും കണ്ണീർ ചിത്രങ്ങൾ മാത്രമല്ല, കുടുംബ ചിത്രങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഈ കുടുംബ ചിത്രങ്ങളിലൂടെ ചിരിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ്. മമ്മൂട്ടിയായിരുന്നു എന്നും സാജന്റെ പ്രിയ നടൻ. വൈകാരികമായ കഥാസന്ദർഭങ്ങൾ ഏറെയുള്ള സിനിമകളിൽ ഭാവോജ്വലതയോടെ മമ്മൂട്ടി ശോഭിക്കുകയും ചെയ്തിരുന്നു. താരപരിവേഷമുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് സിനിമയൊരുക്കി വിജയങ്ങൾ ആഘോഷിച്ച സംവിധായകനായി സാജനെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. സൂപ്പർ താര സാന്നിധ്യമില്ലാത്ത സിനിമകളും ഒരുക്കിയ ആളായിരുന്നു സാജൻ. അത് ശരി, സംഗതി ഇത്രയും സീരിയസ് ആയ ഞാനിതൊന്നും അറിഞ്ഞില്ല. അല്ല രാജഗോപാൽ, ഇഫ് ദേ ആർ ദാറ്റ് സീരിയസ്, വൈ ഡോണ്ട് വി പ്രൊസീഡ്? അങ്ങനെ അങ്ങ് വിട്ടാലോ? ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയണ്ടേ? തുടർച്ചയായി വിജയങ്ങൾ ഒരുക്കി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി നിന്ന ഒരാൾ വളരെ പെട്ടെന്ന് സിനിമയില്ലാത്ത അവസ്ഥയിലെത്തുക. കാശുവാരിയ ഏറെ സിനിമകളുടെ അമരത്ത് നിന്ന ഒരാളുടെ അപ്രതീക്ഷിതമായ തിരോധാനമായിരുന്നു സാജന്റേത്. സിനിമ കൈവിട്ടപ്പോൾ സാജൻ മിനി സ്ക്രീനിലേക്കാണ് ശ്രദ്ധ തിരിച്ചത്. അവിടെയും വിജയത്തുടക്കം തന്നെയായിരുന്നു. ഞാൻ സ്ഥിരം സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ബാനർ എന്ന് പറയുന്ന വിജയ മൂവീസ്, അവർ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഞാനും ആലോചിച്ചു കാലത്തിനനുസരിച്ച് നീങ്ങാം. അങ്ങനെ സീരിയലിലേക്ക് ഞാനും മാറി. അങ്ങനെ മലയാള മനോരമയുടെ തപസ്യ എന്നൊരു സീരിയൽ ഞാൻ ചെയ്തു. അത് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ സിനിമാ രീതിയിൽ തന്നെ എടുക്കാനുള്ള ഒരു അനുവാദം എനിക്ക് മലയാള മനോരമയിൽ നിന്ന് കിട്ടി. ഞാൻ സിനിമ പോലെ തന്നെയാണ് ആ തപസ്യ എന്നുള്ള സീരിയൽ എടുത്തത്. അതിനെനിക്ക് അവാർഡ് കിട്ടി. തുടർന്ന് അങ്ങോട്ട് ഞാൻ ഒട്ടനവധി സീരിയലുകൾ സംവിധാനം ചെയ്യുകയും ഞാൻ തന്നെ ഒരു സീരിയൽ നിർമ്മാതാവായി മാറി സംവിധാനം ചെയ്യുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് എൻ്റെ മകളുടെ വിവാഹം. പിന്നീട് മകൻ്റെ വിദ്യാഭ്യാസം, അടുത്ത മകൻ്റെ വിദ്യാഭ്യാസം, ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയത് എനിക്ക് ഇന്നലത്തെ പോലെ തോന്നുന്നതാണ്. ഞാനിന്നിപ്പോൾ ഒരു മുത്തച്ഛനായി, അത് വളരെ സന്തോഷവാനാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ പ്രശസ്തിയുള്ള ആൾക്കാരെ മാത്രമേ, ഇനി സിനിമയായാലും ശരി രാഷ്ട്രീയമായാലും ശരി എന്തായാലും ശരി, പ്രശസ്തിയുടെ പിറകെ ആൾക്കാർ പോവുള്ളൂ. അതുകൊണ്ട് ഇന്ന് വളരെ തിരക്കുള്ള ആ നടീനടന്മാരെ എന്നെക്കുറിച്ച് ഓർക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവെനിക്കുണ്ട്. നിർമ്മാതാക്കളുടെ കീശ നിറച്ച കുറേയേറെ സിനിമകൾ ഒരുക്കിയെങ്കിലും സിനിമ സാജന് ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ട് സിനിമയിലെത്തിയ സാജന് പണപ്പെട്ടി നിറയ്ക്കാനാകാത്തതിൽ ഒട്ടുമില്ല നിരാശ. സിനിമയ്ക്ക് പുറത്തെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുകയാണ് ഇദ്ദേഹം. കോടികളൊന്നും ഞാൻ സമ്പാദിച്ചിട്ടൊന്നുമില്ല. ഞാൻ സമ്പാദിച്ചത് എൻ്റെ 3 മക്കളുടെ നല്ല വിദ്യാഭ്യാസം. അവർക്ക് എന്താണ് ഭാവി തലമുറയായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം വേണം, ഏതെല്ലാം രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം, അതാണ് എൻ്റെ സമ്പാദ്യം. അല്ലാതെ കോടികളുടെ മണിക്കിലുക്കൊന്നും എനിക്ക് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. ഇന്ന് ഞാൻ വളരെ സന്തോഷനാണ്. കാരണം എൻ്റെ 3 മക്കളും എംപ്ലോയിഡാണ്. സിനിമാ തിരക്കുകളുടെ കാലം പൊടുന്നനെ അസ്തമിച്ചു പോയി എന്നതിൽ വ്യസനിക്കുന്നില്ല ഇദ്ദേഹം. സന്തോഷിക്കാൻ സിനിമ നൽകിയ സൗഭാഗ്യങ്ങൾ ഏറെയാണല്ലോ. സിനിമാക്കാരനായതുകൊണ്ടാണ് സാജൻ ഇന്നും തിരിച്ചറിയപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും. വിജയക്കൊടി പാറിച്ച സ്വന്തം സിനിമകളിലൂടെ കാലങ്ങൾക്കപ്പുറവും സാജൻ ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. അതായത് ഒന്ന്, ഞാനിപ്പം സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന കാലത്തും എനിക്കറിയാമായിരുന്നു ഇതിനൊരു തീർച്ചയായിട്ടും ഒരു മറുവശം ഉണ്ടാവും എന്നുള്ളത്. അത് എനിക്കല്ല. കാരണം എൻ്റെ മുമ്പിലുള്ള പ്രഗത്ഭന്മാരായ വളരെ വലിയ ഹിറ്റ് മേക്കേഴ്സ്, ഡയറക്ടർമാർ ഒരു പടം അവരുടെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വരണ്ട ഭൂമി പോലെ പടം ഇല്ലാതിരുന്ന് കണ്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ ഹിറ്റ് മേക്കർ ശങ്കർ നായർ സാറ്. ആ സാറിൻ്റെ പടങ്ങളെന്ന് വെച്ചാൽ എല്ലാ ഹിറ്റ് പടങ്ങളാണ്. മദനോത്സവം പോലത്തെ പടം തന്നെ ഇന്നും വീണ്ടും എടുത്തു പറയാവുന്ന. ആ സാറ് ഒരു സമയം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ പടം ഇല്ലാതായിപ്പോയി. എന്നാൽ മുമ്പൊരു ഹിറ്റ് മേക്കർ ആയിരുന്നു എന്നുള്ള തോന്നൽ ഒരു നിർമ്മാതാവിനുണ്ടായില്ല. തിയേറ്ററുകൾ നിറയ്ക്കുന്ന ഒരു നല്ല ചിത്രം ഒരുക്കുക എന്ന സ്വപ്നവുമായി ക്യാമറയ്ക്ക് പിന്നിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരികയാണ് സാജൻ. തന്നിലെ സംവിധായകനെ പുതുകാലത്തിനും ആവശ്യമുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യത സാജനുണ്ട്. ഒരുപാട് ഹിറ്റുകൾ ഒരുക്കിയ ഒരു സംവിധായകൻ ഈ കാലത്ത് നിലനിൽപ്പിനായി ഒരുക്കുന്നതാണ് ഈ സിനിമ. ഇപ്പോൾ വീണ്ടും ഞാൻ സജീവമായിട്ട് ചിന്തിക്കുന്നത് കുറച്ച് നാളത്തേക്ക് സീരിയലുകളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് വീണ്ടും സജീവമായിട്ട് സിനിമയിലേക്ക് തന്നെ വരികയാണ്.
അതിൻ്റെ ഡിസ്കഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവ തലമുറയ്ക്ക് വേണ്ടിയുള്ള സിനിമയാണ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എൻ്റെ അണിയറയിലുള്ള സ്ക്രിപ്റ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മിക്കവാറും ഈ വർഷം തന്നെ എൻ്റെ ഒരു സിനിമ ഉടനെ ഉണ്ടാവും. അങ്ങനെ ഞാനിപ്പോഴും ആക്റ്റീവാണ്. അങ്ങനെ ഇരിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പം ഒന്നിനോട് ഒരു വിരസതയോ ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കി കളഞ്ഞ തോന്നലും എനിക്കില്ല. പുള്ളിക്കാരത്തി ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് വെച്ചാൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റല്ല, വരയ്ക്കും. പുള്ളിക്കാരത്തിയുടെ പ്രണയം ഞാൻ പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തേരാപ്പാര മദ്രാസിലൂടെ നടന്നിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളുടെ നാട്ടുകാരി ഇങ്ങനെ ചെറിയുള്ളൊരു കുട്ടി ഇവിടെ നല്ല വരയ്ക്കുന്ന ചെറിയാൻ പ്രദേശത്ത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ജേർണലിസ്റ്റായിട്ട് ഒരാളുണ്ടായിരുന്നു. പുള്ളി എന്നെ കൊണ്ടുപോയി കാണിച്ചു. അന്ന് നുങ്കമ്പകത്ത് ആണ് താമസിക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ എന്തോ ഒരു പടം ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, വൈക്കോല് കൊണ്ട് ഒരു ഡിസൈൻ. അപ്പോൾ ഒരു ചെറിയക്കാരനാണ് അവിടെ ചെന്നുള്ളതുകൊണ്ട് ഒരു മര്യാദ പോലും പുള്ളിക്കാരത്തി കാണിച്ചില്ല. അമ്മ എൻ്റെ അടുത്ത് സ്നേഹിക്കുന്നതിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബമായിട്ടൊക്കെ അമ്മയ്ക്ക് അറിയുകയൊക്കെ ചെയ്യാം. പുള്ളിക്കാരത്തി മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എനിക്കൊരു വാശി, എന്നാൽ ഇതവിടെ കൊണ്ട് നോക്കിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം കേട്ടോ. അങ്ങനെ ഞാൻ കുറേയൊക്കെ തേരാപ്പാര നടന്നതിൻ്റെ ഒരുപാട് ചെരുപ്പൊക്കെ തന്നെ പോയി. പിന്നെ ഞങ്ങളൊരു പ്രണയം അങ്ങ് ഒരു വിവാഹത്തിലേക്ക് കടന്നു. എൻ്റെ ഇഷ്ടം ഒരു കലാകാരി വിവാഹം കഴിക്കണം എന്നുള്ളതായിരുന്നു. അത് നടന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഞാനന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടർ പോലും ആയിരുന്നില്ല. ഒരു പുള്ളിക്കാരത്തിക്ക് അന്ന് മദ്രാസിൽ ചെറിയാൻ പ്രദേശത്തിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സ്വന്തമായിട്ട് ഇഷ്ടം പ്രകാരം ഞങ്ങൾ വിവാഹം കഴിച്ചു. ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു മോള്, പിന്നൊരു മകൻ. അങ്ങനെ അപ്പോഴും മോള് ജനിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായി അല്ലേ. മോള് ജനിക്കുന്നതിന് മുമ്പായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായി. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഞാൻ എവിടെ പോയാലും അന്ന് ഫോണൊന്നുമില്ല, എഴുത്തുകുത്തുകളാണ്. ആഴ്ചയോട് പുള്ളിക്കാരത്തിൽ എഴുത്ത് ഇങ്ങനെ മൈസൂർ പ്രിവിലേഷൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മകൻ്റെ പ്രസവത്തോട് ജോലിക്ക് പോക്കുന്നത്. പിന്നെ ഫുൾ ടൈം കുടുംബിനിയായി, കാരണം മക്കളെ നോക്കണമല്ലോ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ മദ്രാസിലെ ജീവിതം. ഇത് മോളുടെ രണ്ടാമത്തെ കുട്ടി, UKG, ഷാസിയ. ഇത് ഷാഹിദ്. ഇവരുടെ പപ്പ ഗൾഫിലാണ്, ദുബൈയിലാണ്. മൂത്ത മോള് അഡ്വക്കേറ്റ് BA LLB, ഇപ്പം ഒരു പ്രൈവറ്റ് ബാങ്കിലെ മാനേജറാണ്, ബ്രാഞ്ച് മാനേജറാണ്. പിന്നെ രണ്ടാമത്തെ മകൻ സൈജു സിദ്ദീഖ്, ഈയിടയ്ക്ക് വിവാഹം കഴിച്ചു, ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പ്രൈവറ്റ് ഫേമിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. അവർ കുടുംബമായിട്ട് ഇപ്പോൾ അവിടെ കഴിയുന്നു. പിന്നീട് മൂന്നാമത്തെ മകൻ ഷാനു സിദ്ദീഖ് എന്നാണ് പേര്. അവന് വിവാഹിതനാണ്. അവന് ഈ പറഞ്ഞ പോലെ ഞാൻ പണ്ട് സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് പോയൊരു താല്പര്യം പോലെ അവന് സിനിമയെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്.